കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ കൗൺസിലിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. CPM ജില്ലാ സെക്രട്ടറി അവിടെ എത്തി നിങ്ങൾ പൊളിച്ചില്ലെങ്കിൽ നാട്ടുകാർ പൊളിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇപ്പോൾ പൊളിക്കുന്നുവെന്ന് LDF വാദിച്ചു. എന്നാൽ പൊളിക്കുമെന്നായപ്പോൾ നാടകം കളിക്കുകയാണ് CPM ചെയ്തതെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുവാദം. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിന് പിറകിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിച്ചതിലെ ക്രെഡിറ്റിനെ ചൊല്ലിയാണ് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിൽ വാക്കേറ്റം നടന്നത്. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് സ്ഥലത്തെത്തി നിങ്ങൾ പൊളിച്ചില്ലെങ്കിൽ നാട്ടുകാർ ഇത് പൊളിക്കുമെന്ന് പറഞ്ഞപ്പോൾ മാത്രമല്ലേ ഇത് പൊളിക്കാനുള്ള ചിന്ത കോർപ്പറേഷന് ഉണ്ടായതെന്ന് LDF അംഗം T രവീന്ദ്രൻ ചോദിച്ചു. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അത് പൊളിച്ചു നീക്കേണ്ടി വന്നിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന്റെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നോ? കാരണം ജനങ്ങൾക്കാകെ ആരുടെ താല്പര്യമാണ് അത് സംരക്ഷിക്കാൻ തുല്യതോ ഇത്രയും വർഷങ്ങൾ ഞാൻ പറഞ്ഞതാണ്. അതിന് തൊട്ടടുത്ത് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. ആ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച ചെയ്തു തീരുമാനിച്ചു. ആ തീരുമാനം നടപ്പിലാക്കാൻ ആരാണ് വികാസം ഉണ്ടാക്കിയത്? ആരാണ് ഇത്രയും ഒരു അവസ്ഥ ഉണ്ടാക്കിയത്? ജനങ്ങളെ ആകെ വല്ലാത്ത രീതിയിൽ നമ്മുടെ സമയവും സന്ദർഭവും ഒക്കെ നഷ്ടപ്പെടുത്തി പ്രക്ഷോഭ സമരത്തിലേക്ക് നമ്മൾ നയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആരുടെ താല്പര്യമാണ് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി തുല്യത? ഇത് UDF അംഗങ്ങൾ എതിർത്തു. പൊളിച്ചുമാറ്റാൻ ട്രിബ്യൂണൽ വിധി വന്നപ്പോൾ CPM നാടകം കളിക്കുകയായിരുന്നുവെന്ന് UDF ആരോപിച്ചു. ഈ കയ്യേറ്റം എന്തുകൊണ്ട് പരാതി കിട്ടിയിട്ടും EP ലത മേയർ ആയിരുന്ന സമയം ഒഴിപ്പിച്ചില്ലെന്നായിരുന്നു ആയിക്കര ഡിവിഷൻ കൗൺസിലർ സാബിറയുടെ ചോദ്യം. കയ്യേറ്റം ക്രമവൽക്കരിച്ചു കൊടുത്തത് LDF ഭരണകാലത്താണെന്നും സാബിറ കുറ്റപ്പെടുത്തി. നഗരസഭയുടെയും അതനുവദിച്ച സർക്കാരിന്റെയും നടപടി നിയമവിധേയമല്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആരെ സമർപ്പിക്കുന്നത്? കയ്യേറ്റം നടന്ന കെട്ടിടം LDF ക്രമവൽക്കരിച്ചു കൊടുത്തു എന്ന UDFന്റെ വാദം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാഗേഷ് തള്ളി. ആ കെട്ടിടം ക്രമവൽക്കരിച്ചു കൊടുത്തിട്ടില്ലെന്നും എപ്പോൾ വേണമെങ്കിലും പൊളിക്കാമായിരുന്നുവെന്നും PK രാഗേഷ് പറഞ്ഞു. അവിടെ ചില കെട്ടിടങ്ങൾ പുതുതായി പണിതിട്ടുണ്ടായിരുന്നു. ആ കെട്ടിടങ്ങളാണ് റെഗുലേറ്റ് ചെയ്തു കൊടുത്തത്. ഈ കെട്ടിടത്തിന് റെഗുലേറ്റ് അല്ല ചെയ്തു കൊടുത്തത്. താൽക്കാലികമായി ലൈസൻസ് പുതുക്കി കൊടുക്കാൻ TO മോഹൻ മുൻകൂർ അനുമതി കൊടുത്തു. അത് ഹൈക്കോടതിയുടെ സ്റ്റേയുടെ പിൻബലത്തിൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ലൈസൻസ് അന്ന് ഹോട്ടൽ ഉൾപ്പെടെ അവിടെയുള്ള കെട്ടിടങ്ങളുടെ നമ്മുടെ വ്യാപാര ലൈസൻസ് കൊടുക്കാതെ വെച്ചിരുന്നത്. അത് കൊടുക്കാതിരുന്നെങ്കിൽ ഈ പറയുന്ന അന്നേ പൊളിച്ചു മാറ്റമായിരുന്നു. അന്ന് കൊടുക്കുന്നില്ല. ബഹുമാനപ്പെട്ട TO മുൻകൂർ അനുമതി കൊടുത്തു. പിന്നീട് കൗൺസിലർ റെഗുലേറ്റ് ചെയ്തു കൊടുത്തു. വിവാദ കെട്ടിടം LDF ഭരണകാലത്ത് ക്രമവൽക്കരിച്ചു നൽകിയെന്ന വാദം മേയർ മുസ്ലിം മഠത്തിലും തള്ളി. പക്ഷേ LDF ഭരണകാലത്ത് തന്നെ ഇതിനെതിരെ പരാതി കിട്ടിയിട്ടും എന്തുകൊണ്ട് നടപടി എടുത്തില്ലെന്ന് മുസ്ലിം മഠത്തിൽ ചോദിച്ചു. രൂക്ഷമായ വാഗ്വാദമാണ് കൗൺസിലിൽ ഇതേ ചൊല്ലി നടന്നത്. എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുമെന്നും അപ്പോഴും LDFന് ഇതേ നിലപാട് തന്നെ ഉണ്ടാകണമെന്നും മേയർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.